ത്രിലോകനാഥനായ മഹാദേവന്റെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യ ഭഗവാനും അശോകസുന്ദരിയുമാണ്. എന്നാൽ ശിവപുരാണത്തിലും പ്രാദേശിക ഐതിഹ്യങ്ങളിലും ഭഗവാന് 5 പുത്രിമാർ കൂടെയുണ്ടെന്ന് പറയപ്പെടുന്നു. അധികം ആരും അറിയാത്ത ആ ദിവ്യ കഥ. ഒരിക്കൽ മഹാദേവനും മാതാ പാർവതിയും ഒരു സരോവരത്തിന്റെ തീരത്ത് അഗാധമായ തപസ്സിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഭഗവാന്റെ ഉള്ളിൽ നിറഞ്ഞ ആനന്ദം അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ദിവ്യ പുഞ്ചിരിയായി വിരിഞ്ഞു. ആ സമയം അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് 5 വിയർപ്പ് തുള്ളികൾ പ്രകാശ ബിന്ദുക്കളായി തടാകത്തിലെ തെളിനീരിലേക്ക് പതിച്ചു. നിമിഷങ്ങൾക്കകം ആ ബിന്ദുക്കളിൽ നിന്ന് 5 കന്യകമാർ ജനിച്ചു. അവർ സാധാരണ മനുഷ്യ രൂപത്തിലല്ല, മറിച്ച് അതിമനോഹരമായ നാഗരൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. തപസ്സിലായിരുന്നതിനാൽ മാതാ പാർവതി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നാൽ തന്റെ മക്കളുടെ ജനനമറിഞ്ഞ മഹാദേവൻ അവരെ അത്രയധികം സ്നേഹിച്ചു. ദിവസവും അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ മഹാദേവൻ തടാകത്തിലെത്തി തന്റെ 5 നാഗപുത്രിമാർക്ക് പിതൃവാത്സല്യം നൽകുമായിരുന്നു. ദിവസവും അതിരാവിലെ മാതാ പാർവതി അറിയാതെ മഹാദേവൻ എവിടെ പോകുന്നു എന്നറിയാൻ മാതാ പാർവതിക്ക് ആഗ്രഹമുണ്ടായി. ഒരു ദിവസം മാതാ പാർവതി അദ്ദേഹത്തെ പിന്തുടർന്നു. തടാകക്കരയിൽ 5 നാഗകന്യകമാരോടൊപ്പം മഹാദേവനെ കണ്ടപ്പോൾ മാതാ പാർവതി ഭയന്നുപോയി. ആ സർപ്പങ്ങൾ മഹാദേവനെ ഉപദ്രവിക്കുമോ എന്ന് കരുതി അവരെ തടയാനൊരുങ്ങിയ ദേവിയോട് മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി ഭയപ്പെടേണ്ട, ഇവർ നമ്മുടെ പുത്രിമാരാണ്. നടന്ന കാര്യങ്ങളെല്ലാം മഹാദേവൻ മാതാ പാർവതിയോട് പറഞ്ഞു. സത്യം മനസ്സിലാക്കിയ മാതാ പാർവതിയുടെ ഉള്ളം മാതൃവാത്സല്യം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ മാതാ പാർവതി ആ 5 നാഗകന്യകമാരെയും അനുഗ്രഹിച്ചു. ഈ 5 പുത്രിമാരും പ്രപഞ്ചത്തിലെ പ്രധാനപ്പെട്ട 5 ദേവീ ചൈതന്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ശിവപുരാണം പറയുന്നു. ആദ്യത്തെ നാഗകന്യക ജയ എന്നാണ് നാമം. വിദ്യയുടെ ദേവിയായ സരസ്വതി ദേവിയുടെ അംശമായി കരുതപ്പെടുന്നു. രണ്ടാമത്തേത് വിഷഹര, ഐശ്വര്യം നൽകുന്ന ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തേത് ശ്യാമളിബാരി, ശക്തി സ്വരൂപിണിയായ മാതാ പാർവതിയുടെ തന്നെ പ്രതിരൂപമാണ്. നാലാമതായി ദേവ്, പവിത്രമായ ഗംഗാ നദിയുടെ ചൈതന്യമായി കരുതപ്പെടുന്നു. അഞ്ചാമതായി ദോത്തലി, പുണ്യ നദിയായ യമുനയെ പ്രതിനിധീകരിക്കുന്നു. തന്റെ ഈ നാഗപുത്രിമാരെ സ്മരിക്കുന്നവർക്കായി മഹാദേവൻ ഒരു സവിശേഷ വരദാനം നൽകി. പവിത്രമായ ശ്രാവണ മാസത്തിൽ എല്ലാ വിശ്വാസത്തോടും കൂടി ശിവപൂജയോടൊപ്പം ഈ 5 നാഗകന്യകമാരെയും സ്മരിക്കുന്നത് അവരുടെ കുടുംബത്തിന് സർപ്പഭയം ഉണ്ടാകില്ല. അവരുടെ ഗൃഹത്തിൽ ഐശ്വര്യവും സമ്പത്തും സുരക്ഷയും നിറഞ്ഞു നിൽക്കും. എല്ലാവിധ നിഷേധാത്മക ഊർജ്ജങ്ങളും അവരിൽ നിന്ന് അകന്നു നിൽക്കും. ഈ മനോഹരമായ കഥ നശിക്കാത്ത പിതൃസ്നേഹത്തിന്റെയും ദിവ്യമായ സംരക്ഷണത്തിന്റെയും പ്രതീകമാണ്. മഹാദേവന്റെ ഈ 5 നാഗപുത്രിമാരുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്. ഓം ഗൗരി ശങ്കരായ നമഃ.